ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത്. 18 വയസ്സിനും 41 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. BSc ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയൊരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ ANM അല്ലെ, ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്, പുതിയ നോട്ടിഫിക്കേഷൻ 2026 PSc വിളിച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നോക്കിയേ, വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് കേട്ടോ. IMS-ലാണ് ഈ പറയുന്ന ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് ഗ്രേഡ് 2 പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ പേ സ്കെയിൽ നോക്കിയാൽ 31,100 മുതൽ 66,800 ആണ് കേട്ടോ. ഏകദേശം ഒരു 35,000 രൂപയോളം നമുക്ക് ഇനീഷ്യലി തന്നെ ഇൻ ഹാൻഡ് ഡ്രോ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന IMS-ലെ ANM പോസ്റ്റ് എന്ന് പറയുക. ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ്, അതായത് പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഈ പറയുന്ന IMS-ലെ ANM പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നത് നോക്കിയാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 41 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ജനുവരി 2, 1984 ശേഷവും ജനുവരി 1, 2007 മുന്നേയും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഇൻ കേസ് നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവരാണ്, അതായത് OBC കാറ്റഗറി ആണ് എങ്കിൽ 44 വയസ്സ് വരെയും, SC/ST കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ 46 വയസ്സ് വരെ നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് കേട്ടോ. അതുകൂടാതെ നോക്കിയ ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC പാസ്സായിരിക്കണം. അതുകൂടാതെ ANM സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം, അതായത് INC അംഗീകാരമുള്ള സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള ANM സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതുകൂടാതെ രജിസ്ട്രേഷൻ വിത്ത് KNMC കേട്ടോ, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിലെ രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഇതുകൂടാതെ ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ലൈക്ക് GNM, BSc ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. എജൂസ് അക്കാഡമിയിൽ നമ്മൾ ANM കോഴ്സിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസിന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ, അനിമേറ്റഡ് ക്ലാസ്സസ്, ലൈവ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാകും. കൂടാതെ റാങ്ക് ബൂസ്റ്റർ പാക്ക്, പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ, ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി, മന്ത്ലി ടെസ്റ്റ്, കൂടാതെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മെന്റർ സപ്പോർട്ട്, 1-to-1 മെന്റർ സപ്പോർട്ട്, ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ബാച്ച് IMS-ലേക്കുള്ള ANM ഗ്രേഡ് 2-ന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാനും നിങ്ങൾക്ക് ജോലി ലഭിക്കാനും കഴിയും. സോ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്. ഡയറക്ഷൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്. വളരെ സപ്പോർട്ടീവ് ആണ്. മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം എക്സലന്റ് ആണ്. എങ്ങനെ എക്സാം എഴുതണം, ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്ന ഈച്ച് ആൻഡ് എവരി പോയിന്റ് സാറ് പറയും. മാരത്തോൺ ക്ലാസ് സൂപ്പറാണ്. കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഞാൻ കൂടുതലും ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, നല്ല ഡീപ്പ് ക്ലാസ്സസ് ആണ്. സാറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റ്, ആ ഷോർട്ട് സോർട്സ് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. അത് മതി. ക്ലാസ് നോട്ട്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. അധികം എക്സാം ഹാളിൽ ചെല്ലിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കി ആ ക്ലാസ് കണ്ട സമയവും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് സാറ് പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു.